കഴിഞ്ഞ മത്സരത്തിൽ നാണം കെട്ടാണ് ഇന്ത്യ കളി തോറ്റത്. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ രണ്ടാം T20യിൽ ചരിത്ര വിജയമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. അതുപോലെ ഋതുരാജ്, റിങ്കു സിംഗ് ഒക്കെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. ഇന്ത്യ 234 റൺസാണ് അടിച്ചുകൂട്ടിയത്. യുവതാരങ്ങൾ ശരിക്കും കസറി. സിംബാബ്വെ ഇന്ന് നാണം കെട്ടു. അപ്പോൾ ഇന്നത്തെ രണ്ടാം T20യെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ ആദ്യ T20 തോറ്റപ്പോൾ ഇന്ത്യൻ താരങ്ങൾ നിരാശയിലായിരുന്നു. കാരണം അവർക്ക് ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ രണ്ടാം T20യിൽ ഇന്ത്യ മറുപടി കൊടുത്തിരിക്കുകയാണ്. ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് ഗില്ലിനെ നഷ്ടപ്പെട്ടു. 2 റൺസ് മാത്രമാണ് ഗില്ല് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യ അടിച്ചു കളിക്കുന്നതാണ് കണ്ടത്. അഭിഷേക് ശർമ്മ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അതുപോലെ ഋതുരാജും. ഈ 2 താരങ്ങൾ നിലയുറപ്പിച്ച് കളിച്ചു. ഇതോടുകൂടി സിംബാബ്വെ നാണം കെട്ടു. അഭിഷേക് ഇന്ന് 47 ബോളിൽ നിന്ന് സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. 7 4ഉം 8 6ഉമാണ് അഭിഷേക് അടിച്ചുകൂട്ടിയത്. IPLൽ എങ്ങനെയാണ് കളിക്കുന്നത് അതുപോലെ തന്നെ അഭിഷേക് ഇന്ന് കളിച്ചു. അഭിഷേകിന് പിന്നാലെ ഋതുരാജും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. 77 റൺസാണ് ഋതുരാജ് അടിച്ചുകൂട്ടിയത്. പിന്നീട് വന്നത് റിങ്കു സിംഗ് ആയിരുന്നു. താനൊരു ഫിനിഷറാണെന്ന് റിങ്കു സിംഗ് വീണ്ടും തെളിയിച്ചു. 22 ബോളിൽ നിന്ന് 48 റൺസ് റിങ്കു സിംഗ് അടിച്ചുകൂട്ടി. ഇതോടുകൂടി ഇന്ത്യക്ക് കൂറ്റൻ ടാർഗറ്റാണ് ഇന്ന് ലഭിച്ചത്. 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസ് ഇന്ത്യ അടിച്ചുകൂട്ടി. സിംബാബ്വെ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ബാറ്റിന്റെ ചൂട് ശരിക്കും പറഞ്ഞു. പിന്നീട് സെക്കൻഡ് ബാറ്റിംഗിൽ സിംബാബ്വെയുടെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യ അങ്ങനെ റെക്കോർഡ് വിജയമാണ് നേടിയിരിക്കുന്നത്. ആദ്യ T20യിൽ ഇന്ത്യ തോറ്റപ്പോൾ സിംബാബ്വെക്ക് അഹങ്കാരമായി. ഇന്ത്യൻ ടീമിനെ ഈസി ആയിട്ട് തോൽപ്പിക്കാമെന്ന് അവർ കരുതി. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ടീം തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിൽ എടുത്തു പറയേണ്ടത് അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറി തന്നെയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.